ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഷ് ലൈം ജ്യൂസാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും റിഫ്രഷിങ്ങുമായിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 ഗ്ലാസ് ഫ്രഷ് ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ചെറുനാരങ്ങ, 4 പുതിനയില, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ 8 കഷ്ണമായി മുറിച്ചെടുക്കണം. മുറിച്ച ശേഷം ഇതിൽ നിന്ന് കുരുവൊക്കെ എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ചെറുനാരങ്ങയും മുറിച്ച് കുരു എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലെൻഡർ ജാർ എടുക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. പുതിനയില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതാക്കി മുറിച്ചിടാം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ്സ് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ കയ്പ്പ് ഇതിലേക്ക് ഇറങ്ങി വരില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. പൾസ് മോഡിൽ അടിച്ചെടുത്താൽ മതിയാവും. 2-3 തവണ പൾസ് അടിച്ചാൽ മതിയാവും. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഇത് അരിച്ച ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ചേർത്ത് പഞ്ചസാര നല്ലപോലെ അലിയുന്ന വരെ ചൂടാക്കി എടുത്താൽ മതി. ചെറുതീയിൽ വേണം നമ്മളിത് ചൂടാക്കാനായിട്ട്. പിന്നെ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് നമുക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രഷ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ സ്ലൈസ് വെച്ച് ഗ്ലാസ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. പുതിനയിലയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവറുള്ള ഈ ഫ്രഷ് ലൈം ജ്യൂസ് വളരെ ടേസ്റ്റിയും റിഫ്രഷിങ്ങുമാണ്. ഇതിൻ്റെ മുകളിലേക്ക് പുതിനയില ഇട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.